നമസ്കാരം. ഗൾഫ് ടുഡേ തുടങ്ങുന്നു. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ പ്രജിൻ സി കണ്ണൻ. നോക്കാം വിശദമായ റിപ്പോർട്ടുകൾ. ഏർലി ഡേയ്സ് എന്ന ഇന്ത്യൻ സിനിമയുടെ വേൾഡ് പ്രീമിയർ ജിദ്ദ റെഡ് സി ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിൽ നടന്നു. പ്രിയങ്കർ പാട്ര സംവിധാനം ചെയ്ത ഈ ചിത്രം മുംബൈയിൽ സ്വപ്നങ്ങളുമായി എത്തുന്ന ഒരു യുവദമ്പതികളുടെ ജീവിതമാണ് പകർത്തിയിരിക്കുന്നത്. ചിത്രത്തിന്റെ ആദ്യ പ്രദർശനത്തിന് മികച്ച പ്രതികരണമാണ് പ്രേക്ഷകരിൽ നിന്ന് ലഭിച്ചത്. മുംബൈ നഗരത്തിന്റെ പശ്ചാത്തലത്തിൽ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർമാരാകാൻ ശ്രമിക്കുന്ന പ്രീതിയുടെയും സമ്രാട്ടിന്റെയും കഥ പറയുന്ന ചിത്രമാണ് ഏർലി ഡേയ്സ്. പ്രണയത്തിന്റെ ആദ്യ ദിനങ്ങളും അതിലൂടെ ലഭിക്കുന്ന പെട്ടെന്നുള്ള അംഗീകാരവും പണവും ഇവരെ എങ്ങനെ സ്വാധീനിക്കുന്നു, ഇൻഫ്ലുവൻസർ ലോകത്തെ യാഥാർത്ഥ്യങ്ങൾ ഇവരുടെ ബന്ധത്തെ എങ്ങനെ ബാധിക്കുന്നു എന്നിവയെല്ലാം ചിത്രം പറയുന്നു. ഈ വർഷത്തെ റെഡ് സി ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിലെ ന്യൂ വിഷൻസ് കോമ്പറ്റീഷനിലാണ് ചിത്രത്തിന്റെ വേൾഡ് പ്രീമിയർ നടന്നത്. നിർമ്മാതാക്കളും താരങ്ങളും ഉൾപ്പെടെയുള്ള സിനിമാ സംഘം പ്രദർശനത്തിനായി ജിദ്ദയിലെത്തിയിരുന്നു. ഇന്ത്യൻ കോൺസൽ ജനറൽ ഫഹദ് അഹമ്മദ് ഖാൻ സൂരി ഉൾപ്പെടെ പല പ്രമുഖരും സിനിമ കാണാനെത്തി. മികച്ച സന്ദേശമാണ് സിനിമ പങ്കുവെക്കുന്നതെന്ന് കോൺസൽ ജനറൽ പറഞ്ഞു. And I would love to say that it was a fantastic, for me it felt that the content was really appropriate, and I wish the cast and crew the very best for the film, and I could see the reaction of the audiences as well. പ്രിയങ്കർ പാട്രയുടെ സംവിധാനത്തിൽ മാനസി കൗശിക്കും സർദക് ശർമ്മയുമാണ് പ്രധാന വേഷങ്ങളിലെത്തുന്നത്. പ്രേക്ഷകരുമായി സംവദിച്ച ശേഷം സിനിമയ്ക്ക് ലഭിച്ച മികച്ച പ്രതികരണത്തിൽ ഇവർ സന്തോഷം പ്രകടിപ്പിച്ചു. I feel like I don't have words anymore and I'm very grateful for this experience and that we're here, and the film is finally the audience's. I hope everybody liked it. If you did, please vote. And thank you. It's out of the world. It's a great feeling to be here, to have a film in the first place and to be selected at such a reputed film festival, and to have an audience who appreciate the films, and then they come out in large numbers to watch your film. It's a great feeling. It gives me goosebumps. ഒരു ഇന്ത്യ സിംഗപ്പൂർ സംയുക്ത നിർമ്മാണമായ ചിത്രത്തിന്റെ ആദ്യ പ്രദർശനം ഒരു അന്താരാഷ്ട്ര വേദിയിൽ നടന്നതിന്റെ സന്തോഷം സംവിധായകൻ പങ്കുവച്ചു. No, I think I'm very happy. I was very humbled when I got to know that it's at Red Sea. And also the programming team is a very reputed programming team. നവാഗതരായ മാനസി കൗശിക്കിന്റെയും സർദക് ശർമ്മയുടെയും പ്രകടനം ചിത്രത്തിന്റെ ഹൈലൈറ്റ് ആണ്. സമകാലിക ബന്ധങ്ങളെക്കുറിച്ചുള്ള ഒരു പുതിയ കാഴ്ചപ്പാടാണ് ഏർലി ഡേയ്സ് നൽകുന്നത്. ജലീൽ കണമകലം, 24 ജിദ്ദ. വെനസ്വേലയുടെ തീരത്ത് ഭീമൻ എണ്ണക്കപ്പൽ അമേരിക്കൻ സൈന്യം പിടിച്ചെടുത്തതായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. അമേരിക്കൻ ഉപരോധം നേരിടുന്ന എണ്ണ വെനസ്വേലയിൽ നിന്ന് അനധികൃതമായി കൊണ്ടുപോകുന്ന കപ്പലാണ് പിടിച്ചെടുത്തതെന്ന് US അറ്റോർണി ജനറൽ പാം ബോണ്ടി വ്യക്തമാക്കി. അമേരിക്ക നടത്തിയത് കടൽക്കൊള്ളയാണെന്ന് വെനസ്വേല തിരിച്ചടിച്ചു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സംഘർഷം മൂർച്ഛിക്കുകയാണ്. കപ്പൽ പിടിച്ചെടുക്കുന്ന ദൃശ്യങ്ങൾ സമൂഹമാധ്യമമായ എക്സിൽ US അറ്റോർണി ജനറൽ പാം ബോണ്ടി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അമേരിക്കൻ ഉപരോധം നേരിടുന്ന എണ്ണ വെനിസ്വേലയിൽ നിന്നും ഇറാനിൽ നിന്നും അനധികൃതമായി കൊണ്ടുപോകുന്ന കപ്പലാണ് പിടിച്ചെടുത്തതെന്നും വിദേശ ഭീകരവാദ സംഘടനകളുടെ പിന്തുണയുള്ള ഷിപ്പിംഗ് ശൃംഖലയുടെ ഭാഗമാണ് കപ്പലെന്നും പാം ബോണ്ടി പോസ്റ്റിൽ വ്യക്തമാക്കി. ഗയാനയുടെ പതാക വഹിക്കുന്ന സ്കിപ്പർ എന്ന കപ്പലാണ് പിടിച്ചെടുത്തതെന്നാണ് അനൌദ്യോഗിക റിപ്പോർട്ട്. വെനിസ്വേലയുടെ ഊർജ്ജ സ്രോതസ്സുകൾ കൊള്ളയടിക്കാനുള്ള പദ്ധതിയുടെ ഭാഗമാണ് കപ്പൽ പിടിച്ചെടുക്കലെന്നും അമേരിക്ക നടത്തിയത് കടൽക്കൊള്ളയാണെന്നും വെനിസ്വേല ആരോപിച്ചു. അമേരിക്കയിലേക്ക് മയക്കുമരുന്ന് കടത്തുന്നുവെന്നാരോപിച്ച് കഴിഞ്ഞ സെപ്റ്റംബർ മുതൽ വെനിസ്വേലയുടെ ബോട്ടുകൾ അമേരിക്ക ആക്രമിക്കാൻ തുടങ്ങിയിരുന്നു. പിന്നാലെ കടലിൽ വലിയ സൈനിക സന്നാഹവും വിന്യസിച്ചു. വെനിസ്വേലയ്ക്കെതിരെ അമേരിക്ക വൈകാതെ കരയുദ്ധം ആരംഭിക്കും എന്നതിന്റെ സൂചനയാണ് ഇപ്പോഴത്തെ കപ്പൽ പിടിച്ചെടുക്കലെന്നാണ് റിപ്പോർട്ട്. വെനിസ്വേലൻ പ്രസിഡന്റ് നിക്കോളാസ് മഡ്യൂറോയെ വിദേശ ഭീകരവാദ സംഘടനയുടെ അംഗമായി അമേരിക്ക പ്രഖ്യാപിച്ചതിനു ശേഷമുള്ള ആദ്യ കപ്പൽ പിടിച്ചെടുക്കൽ ഓപ്പറേഷനാണ് ഇത്. രാജ്യത്തിനെതിരായ അമേരിക്കൻ നടപടികൾ മഡ്യൂറോയെ സ്ഥാനഭ്രഷ്ടനാക്കാനും തങ്ങളുടെ എണ്ണശേഖരം ലക്ഷ്യം വെച്ചുമാണ് എന്നുമാണ് വെനിസ്വേല പറയുന്നത്. ഇന്റർനാഷണൽ ഡെസ്ക് 24. ഡോളറിനെതിരെ രൂപ സർവകാല റെക്കോർഡിൽ $1 90.46 രൂപ എന്ന നിലയിലേക്കാണ് മൂല്യം ഇടിഞ്ഞത്. US ഫെഡ് പലിശ നിരക്ക് കുറച്ചിട്ടും അതിന്റെ ആനുകൂല്യം രൂപയ്ക്ക് ലഭിച്ചില്ല. വീണ്ടും 90 മുകളിലേക്ക് രൂപ വീണു. ഡിസംബർ 4 90.42 എന്ന നിലയിലേക്ക് വീണതായിരുന്നു ഇതുവരെയുള്ള ഏറ്റവും താഴ്ന്ന നില.
ആ റെക്കോർഡാണ് ഇന്ന് തിരുത്തിയത്. US ഫെഡ് പലിശ നിരക്ക് കുറച്ചപ്പോൾ അത് രൂപയ്ക്ക് ഗുണമാവേണ്ടതായിരുന്നു. എന്നാൽ സ്വകാര്യ ബാങ്കുകളും കോർപ്പറേറ്റുകളും ഡോളറിന് ഡിമാൻഡ് കൂട്ടിയതാണ് പ്രതികൂലമായത്. വിദേശ നിക്ഷേപകർ വലിയ തോതിൽ പണം പിൻവലിക്കുന്നതും ഉയരുന്ന വ്യാപാര കമ്മിയും തിരിച്ചടിയായി. ഈ വർഷം 5%-ലേറെയാണ് രൂപയുടെ മൂല്യമിടിഞ്ഞത്. ശക്തമായ RBI ഇടപെടൽ ഇത്തവണ ഉണ്ടാവില്ലെന്നാണ് വിവരം. ഡോളർ വൻതോതിൽ വിറ്റഴിച്ച് രൂപയെ പിടിച്ചു നിർത്താനുള്ള ശ്രമം ഗുണം ചെയ്യില്ലെന്നാണ് നിഗമനം. അടിസ്ഥാന ഘടകങ്ങൾ അത്രമേൽ പ്രതികൂലമാണ്. അമേരിക്കയുമായുള്ള വ്യാപാര ചർച്ചകൾ ഇഴഞ്ഞു നീങ്ങുന്നതടക്കം സാഹചര്യങ്ങൾ വേഗത്തിൽ മാറിയില്ലെങ്കിൽ രൂപ കൂടുതൽ താഴ്ചയിലേക്ക് വീഴാനാണ് സാധ്യത. വിദേശത്തു നിന്ന് പണം അയക്കുന്നവർക്കും കയറ്റുമതിക്കാർക്കും ഗുണം ചെയ്യുമെങ്കിലും ഇറക്കുമതിയെ സ്ഥിതി ഗുരുതരമായി ബാധിക്കും. രാജ്യത്ത് വിലക്കയറ്റത്തിനും ഇത് ഇടയാക്കും. 24 മുംബൈ. യാത്രക്കാർക്ക് നഷ്ടപരിഹാരം പ്രഖ്യാപിച്ച് ഇൻഡിഗോ. നഷ്ടപരിഹാരമായി 5,000 രൂപ മുതൽ 10,000 രൂപ വരെ നൽകും. പ്രതിസന്ധി ഗുരുതരമായി ബാധിച്ചവർക്ക് പ്രത്യേക വൗച്ചറുകളും നൽകും. ഇൻഡിഗോ CEO പീറ്റർ എൽബേഴ്സ് DGC ആസ്ഥാനത്ത് വിശദീകരണം നൽകി. യാത്രയ്ക്ക് തൊട്ടു മുൻപുള്ള 24 മണിക്കൂറിനുള്ളിൽ വിമാന സർവീസുകൾ റദ്ദാക്കിയ യാത്രക്കാർക്കാണ് ഇൻഡിഗോ നഷ്ടപരിഹാരം നൽകുക. യാത്രാ ദൈർഘ്യമനുസരിച്ച് 5,000 രൂപ മുതൽ 10,000 രൂപ വരെ നൽകും. ഡിസംബർ 3, 4, 5 തീയതികളിൽ ഉപഭോക്താക്കളിൽ ചിലർ മണിക്കൂറുകളോളം വിമാനത്താവളങ്ങളിൽ കുടുങ്ങിപ്പോയെന്നും പ്രതിസന്ധി രൂക്ഷമായി ബാധിച്ച ഇത്തരം യാത്രക്കാർക്ക് 10,000 രൂപയുടെ യാത്രാ വൗച്ചർ നൽകുമെന്നും ഇൻഡിഗോ അറിയിച്ചു. അടുത്ത 12 മാസത്തേക്ക് ഇൻഡിഗോയുടെ ഏത് യാത്രയ്ക്കും ഈ വൗച്ചറുകൾ ഉപയോഗിക്കാം. വ്യോമയാന മന്ത്രാലയം നിർദ്ദേശിച്ച റീഫണ്ടുകൾക്ക് പുറമെയാണ് ഈ നഷ്ടപരിഹാരം. ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് സിവിൽ ഏവിയേഷന്റെ നിർദ്ദേശമനുസരിച്ച് ഇൻഡിഗോ CEO പീറ്റർ എൽബേഴ്സ് DGC ആസ്ഥാനത്ത് ഹാജരായി. നിലവിലെ പ്രവർത്തനങ്ങൾ, റീഫണ്ട്, ഷെഡ്യൂളുകൾ എന്നിവയുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ സമർപ്പിച്ചതായാണ് വിവരം. ആഭ്യന്തരവും അപ്രതീക്ഷിതവുമായ സാഹചര്യങ്ങളെ തുടർന്നാണ് പ്രതിസന്ധി ഉണ്ടായതെന്ന് ഇൻഡിഗോ ചെയർമാൻ വിക്രം സിംഗ് മേത്ത വ്യക്തമാക്കി. ബംഗളൂരു, അഹമ്മദാബാദ് എന്നിവിടങ്ങളിൽ നിന്ന് ഇൻഡിഗോയുടെ 70ഓളം സർവീസുകൾ ഇന്ന് റദ്ദാക്കിയതായാണ് വിവരം. 24 ഡൽഹി. UAE വിദേശ കറൻസി വിനിമയ പണമിടപാട് സേവന കമ്പനിയായ ലുലു എക്സ്ചേഞ്ചിന്റെ സെൻഡ് ആൻഡ് വിൻ 2025 ലുലു എക്സ്ചേഞ്ച് അൽവഹദ ബ്രാഞ്ചിൽ നടന്ന മെഗാ നറുക്കെടുപ്പോടെ നടന്നു. രാജ്യത്തുടനീളമുള്ള ഉപഭോക്താക്കളുടെ ശക്തമായ പങ്കാളിത്തത്തോടെ നടന്ന 3 മാസത്തെ ക്യാമ്പയിന്റെ സമാപനത്തിൽ വിജയികളെയും പ്രഖ്യാപിച്ചു. 2025 ഓഗസ്റ്റ് 25 മുതൽ നവംബർ 22 വരെ നീണ്ടുനിന്ന ക്യാമ്പയിന് പൂർണ്ണ പിന്തുണ നൽകിയത് പ്രമുഖ വ്യവസായ പങ്കാളികളായ UAE ഡോങ്ഫെങ് മോട്ടോർ കോർപ്പറേഷൻ എക്സ്ക്ലൂസീവ് ഡിസ്ട്രിബ്യൂട്ടർ മഹിഘൂരി ഓട്ടോമോട്ടീവും പ്രമുഖ ബ്ലോക്ക് ചെയിൻ അധിഷ്ഠിത ഡിജിറ്റൽ ഗോൾഡ് എക്കോസിസ്റ്റവുമായ കോംടെക് ഗോൾഡുമാണ്. ക്യാമ്പയിൻ കാലയളവിൽ ലുലു എക്സ്ചേഞ്ച് വഴിയോ ലുലു മണിയാപ്പ് മുഖേനയോ ആദ്യമായി പണമയച്ച ഉപഭോക്താക്കൾക്കാണ് സമ്മാനം. അജയ് ചൌഹാൻ, ഹക്കീം ചൌഹാന് ഡോങ്ഫെങ് മെയ്ഗ് SUV ബമ്പർ സമ്മാനമായി ലഭിച്ചു. ഫരീദ ഡോങ്ഫെങ് ഷൈൻ ഒരാൾക്കും 10 പേർക്ക് കോംടെക് ഗോൾഡും ലഭിച്ചു. ക്യാമ്പയിനിൽ പങ്കെടുത്ത എല്ലാ ഉപഭോക്താക്കളോടും ആത്മാർത്ഥമായി നന്ദി അറിയിക്കുന്നതായി ലുലു എക്സ്ചേഞ്ച് CEO തമ്പി സുദർശൻ പറഞ്ഞു. 24 ദുബായ്. UAE പ്രമുഖ ധനകാര്യ സേവന സ്ഥാപനമായ ലുലു എക്സ്ചേഞ്ചും ഹബ് 71ഉം അബുദാബി ഇൻവെസ്റ്റ്മെന്റ് ഓഫീസും പിന്തുണയ്ക്കുന്ന ഫിൻടെക് സ്ഥാപനമായ അഭി മിഡിൽ ഈസ്റ്റ് ലിമിറ്റഡും കൈകോർക്കുന്നു. ഈ സഹകരണം മുഖേന രാജ്യത്തെ പ്രവാസി തൊഴിലാളികൾക്ക് ഏൺഡ് വേജ് ആക്സസ് അഥവാ EWA വഴി ഉടൻ വേതനം ലഭ്യമാക്കുന്നതിനും വീട്ടിലേക്ക് പണം അയക്കുന്നതിനുള്ള സൗകര്യം ഒരുക്കുന്നു. വേതനം ലഭിക്കാൻ മാസാവസാനം വരെ കാത്തിരിക്കേണ്ട സാഹചര്യം ഒഴിവാക്കി തൊഴിലാളികൾക്ക് ആവശ്യമുള്ള സമയത്ത് തന്നെ വേതനം ഉപയോഗിക്കാനുള്ള വഴിയാണ് പുതിയ സംവിധാനം ഒരുക്കുന്നത്. ലുലു എക്സ്ചേഞ്ചിന്റെ വിശ്വസനീയമായ റിമിറ്റൻസ് സേവനവും ABHIയുടെ നവീന ഫിൻടെക് സംവിധാനവും ഒരുമിച്ച് സാമ്പത്തിക പ്രവേശനം കൂടുതൽ എളുപ്പവും സുരക്ഷിതവുമാക്കുന്നു. പ്രവാസികൾക്ക് ത്വരിതമായ വരുമാനത്തിന്റെ ലഭ്യത അടിസ്ഥാനാവകാശമാണ്. ABHIയുമായുള്ള സഹകരണം തൊഴിലാളികൾക്ക് കുടുംബങ്ങളെ ആത്മവിശ്വാസത്തോടെ സഹായിക്കാനുള്ള ശക്തി നൽകുന്നുവെന്ന് ലുലു എക്സ്ചേഞ്ച് UAE CEO തമ്പി സുദർശനൻ പറഞ്ഞു. ലുലു എക്സ്ചേഞ്ച് പോലൊരു വിശ്വസ്ത ബ്രാൻഡുമായി കൈകോർക്കുന്നത് തൊഴിലാളികൾക്ക് യഥാർത്ഥ സാമ്പത്തിക ശക്തി നൽകുന്ന അടുത്ത വലിയ ചുവടാണെന്ന് ABHI സഹസ്ഥാപകനും CEOയുമായ ഒമേർ അൻസാരി പറഞ്ഞു. ന്യൂസ് ഡെസ്ക് 24. ബോളിവുഡ് താരം ഷാറൂഖ് ഖാന്റെ പേരിൽ നിർമ്മിക്കുന്ന പ്രീമിയം കൊമേഴ്സ്യൽ ടവർ ഷാറൂഖ്സ് ബൈ ഡാന്യൂബ് ദുബൈയിൽ ലോഞ്ച് ദിനത്തിൽ തന്നെ പൂർണ്ണമായി വിറ്റഴിക്കപ്പെട്ടു. പദ്ധതിയുടെ മുഴുവൻ യൂണിറ്റുകളും ഒരേ ദിവസം വിറ്റഴിച്ചതായി ഡാന്യൂബ് ഗ്രൂപ്പ് സ്ഥാപകനും ചെയർമാനുമായ റിസ്വാൻ സജാൻ അറിയിച്ചു. ദുബായ് എക്സിബിഷൻ സെന്ററിൽ നടന്ന ലോഞ്ച് ഇവന്റിൽ ഷാറൂഖ് ഖാനും റിസ്വാൻ സജാനും പങ്കെടുത്തു.
റിസാല സ്റ്റഡി സർക്കിളിന് കീഴിലുള്ള കലാലയം സാംസ്കാരിക വേദി സംഘടിപ്പിക്കുന്ന 15ാമത് പ്രവാസി സാഹിത്യോത്സവ് ജിദ്ദയിൽ നടക്കും. ജിദ്ദ സിറ്റി സോൺ സാഹിത്യോത്സവ് ഈ മാസം 26-നും ജിദ്ദ നോർത്ത് സോൺ സാഹിത്യോത്സവ് ജനുവരി 2-നും നടക്കും. ജിദ്ദയിലെ 12 സെക്ടറുകളിൽ നിന്ന് പ്രൈമറി, ജൂനിയർ, സെക്കൻഡറി, സീനിയർ എന്നീ വിഭാഗങ്ങളിലായി 600 പ്രതിഭകൾ മാറ്റുരയ്ക്കും. ക്യാമ്പസുകളെ പ്രതിനിധീകരിച്ചും മത്സരങ്ങളുണ്ടാകും. മാപ്പിളപ്പാട്ട്, ദഫ്മുട്ട്, ഇംഗ്ലീഷ്, മലയാളം പ്രസംഗങ്ങൾ, കവിതാ പാരായണം തുടങ്ങിയ ജനപ്രിയ ഇനങ്ങൾക്കൊപ്പം വൈജ്ഞാനിക സാഹിത്യ പ്രാധാന്യമുള്ള മത്സരങ്ങളും ഉണ്ടാകും. ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ കഴിവുകളെ പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായി സ്നേഹോത്സവം, ജോലിത്തിരക്കുകൾ ഉള്ളവർക്ക് കലോത്സാഹം, സ്ത്രീകൾക്കായി ഒരിടത്ത് എന്നിവ ഇത്തവണത്തെ പ്രത്യേകതകളാണ്. സോൺ മത്സരങ്ങളിൽ വിജയിക്കുന്നവർക്ക് മക്കയിൽ നടക്കുന്ന സൗദി വെസ്റ്റ് നാഷണൽ സാഹിത്യോത്സവത്തിൽ പങ്കെടുക്കാം. ക്രസന്റോ ഇന്റർനാഷണൽ ക്രിയേഷൻസ് USA-യും ജോയ് ക്രിയേഷൻസ് USA-യും ചേർന്ന് ഇന്ത്യൻ സംഗീതവും അമേരിക്കൻ സംഗീതവും സംയോജിപ്പിച്ച് മലയാളത്തിലെ ആദ്യത്തെ ക്രിസ്മസ് വീഡിയോ ആൽബം യൂട്യൂബിലൂടെ റിലീസ് ചെയ്തു. അമേരിക്കൻ മലയാളികളായ സാജു മാളിയേക്കൽ, ഷൈൻ കരയാമ്പറമ്പ്, ജോയ് തോമസ് എന്നിവരാണ് ഇതിന് പിന്നിൽ പ്രവർത്തിച്ചിരിക്കുന്നത്. അമേരിക്കയിലെ പ്രശസ്ത സംഗീത സംവിധായകനായ സാജു മാളിയേക്കൽ സംഗീതവും ഷൈൻ കരയാമ്പറമ്പ് രചനയും നിർവഹിച്ച ഈ ആൽബത്തിൽ പാടിയിരിക്കുന്നത് പിന്നണി ഗായികയും സിനിമാ താരവുമായ മനീഷ KS ആണ്. ഈ ആൽബം നിർമ്മിച്ചിരിക്കുന്നത് ജോയ് തോമസ് ഹ്യൂസ്റ്റനാണ്. വെൽക്കം ബാക്ക്. വാർത്തകളിലേക്ക് തിരികെ. രണ്ടാമത്തെ ബലാത്സംഗ കേസിൽ മുൻകൂർ ജാമ്യം ലഭിച്ച രാഹുൽ മാങ്കൂട്ടത്തിൽ MLA പാലക്കാടെത്തി വോട്ട് ചെയ്തു. 14 ദിവസത്തെ ഒളിവ് ജീവിതത്തിന് ശേഷമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പൊതു ഇടത്തിൽ പ്രത്യക്ഷപ്പെട്ടത്. മുൻകൂർ ജാമ്യം ലഭിക്കുന്നതിന് മുൻപ് രാഹുലിനെ തേടി സംസ്ഥാനവും കർണാടകയും തമിഴ്നാടും അരിച്ചുപെറുക്കിയ പോലീസിനെ നോക്കുകുത്തിയാക്കിയാണ് രാഹുൽ പാലക്കാടെത്തിയത്. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA പാലക്കാട്ടെത്തി വോട്ട് ചെയ്യുമെന്ന് രാവിലെ മുതൽ തന്നെ അഭ്യൂഹം ശക്തമായിരുന്നു. വൈകുന്നേരം 5 മണിയോടെ കുന്നത്തൂർമേട് സെയിന്റ് സെബാസ്റ്റ്യൻ സ്കൂളിലെത്തി വോട്ട് രേഖപ്പെടുത്തി. ലൈംഗിക പീഡന പരാതികളിൽ കോടതി തീരുമാനമെടുക്കുമെന്ന് പ്രതികരണം. എനിക്ക് പറയാനുള്ളതും എനിക്കെതിരെ പറയാനുള്ളതും ഏറ്റവും ബഹുമാനപ്പെട്ട കോടതിയുടെ മുൻപാകെയുണ്ട്. ഇനി കോടതി തീരുമാനിക്കും, സത്യം ചെയ്യും. രാഹുൽ എത്തിയതോടെ പ്രതിഷേധവുമായി യുവജന സംഘടനകൾ. പിന്നാലെ മലബാർ ആശുപത്രിയിലെ ക്യാന്റീനിലെത്തി ചായ കുടിച്ചു. ചോദ്യങ്ങളോട് ചുരുങ്ങിയ വാക്കിൽ മറുപടി. ഇന്ന് പറയാനുള്ള മറുപടി ഞാൻ പറഞ്ഞു കഴിഞ്ഞു. എനിക്ക് പറയാനുള്ളതും എനിക്കെതിരെ പറയാനുള്ളതും ഏറ്റവും ബഹുമാനപ്പെട്ട നീതിന്യായ കോടതിയുടെ മുൻപാകെയുണ്ട്. ഇനി കോടതി തീരുമാനിക്കട്ടെ, സത്യം ജയിക്കുമെന്നുള്ള ഉത്തമമായ ആത്മവിശ്വാസമുണ്ട്. ശേഷം MLA ഓഫീസിലേക്ക്. നിരന്തരം ചോദ്യങ്ങൾ ഉന്നയിച്ച മാധ്യമപ്രവർത്തകരോട് പ്രതികരിക്കാൻ രാഹുൽ മാങ്കൂട്ടത്തിൽ തയ്യാറായില്ല. ന്യൂസ് ഡെസ്ക് 24. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ 2ാം ഘട്ട പോളിംഗ് ദിവസം കോൺഗ്രസിനെ കടന്നാക്രമിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കോൺഗ്രസിലെ സ്ത്രീ ലംബടന്മാർ കാട്ടിക്കൂട്ടുന്ന ലൈംഗിക വൈകൃതങ്ങളെ വെൽ ഡ്രാഫ്റ്റഡ് പരാതി എന്ന് ന്യായീകരിക്കുന്നത് നാട് അംഗീകരിക്കില്ലെന്നാണ് മുഖ്യമന്ത്രി പ്രതികരിച്ചത്. ഇതിനിടെ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-ക്കെതിരായ 2ാമത്തെ ലൈംഗിക പീഡന കേസിൽ അതിജീവിതയെ സംശയനിഴലിൽ നിർത്തിയ KPCC അധ്യക്ഷൻ സണ്ണി ജോസഫിന്റെ പരാമർശം പ്രതിപക്ഷ നേതാവ് VD സതീശൻ പരസ്യമായി തള്ളി. ഞാൻ പറഞ്ഞ കാര്യം പറഞ്ഞത് തന്നെ. ആ പരാതി ആസൂത്രിതമായിട്ടുള്ള വെൽ ഡ്രാഫ്റ്റഡ് പെറ്റീഷൻ എന്നാണ് ഞാൻ പറഞ്ഞത്. അതൊരു ലീഗൽ ബ്രെയിൻ അതിൻ്റെ അകത്തുണ്ടെന്ന് ഞാൻ പറഞ്ഞത്. രാഷ്ട്രീയ പ്രേരിതമാണ് പരാതി. അങ്ങനെയും വിലയിരുത്താം. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ട വോട്ടെടുപ്പ് ദിവസം UDF കൺവീനർ അടൂർ പ്രകാശാണ് വലതുമുന്നണിയെ പ്രതിരോധത്തിലാക്കിയതെങ്കിൽ 2ാം ഘട്ടത്തിൽ KPCC അധ്യക്ഷൻ സണ്ണി ജോസഫിന്റെ ഊഴമാണ്. അടൂർ പ്രകാശ് നടൻ ദിലീപിനെ പിന്തുണച്ച് സംസാരിച്ചതിനിടെ ഉയർന്ന വിമർശനങ്ങൾ നേട്ടമായെന്ന വിലയിരുത്തലാണ് 2ാം ഘട്ട വോട്ടെടുപ്പ് ദിവസം മുഖ്യമന്ത്രി സണ്ണി ജോസഫിന്റെ പ്രതികരണത്തിന് തിരിഞ്ഞത്. ഈ പറയുന്ന സ്ത്രീ ലംബടന്മാർ എന്താണ് കാട്ടിക്കൂട്ടുന്നത്? വെറും ഭീഷണിയല്ല, നിങ്ങളെ കൊന്നു തള്ളും എന്നതാണ് ആ ഓരോരുത്തരോടും ഉയർത്തിയിട്ടുള്ള ഭീഷണി. അതുകൊണ്ട് നിസ്സഹായിയായ ഓരോ യുവതിയും ഇതുമായി ബന്ധപ്പെട്ട യഥാർത്ഥ വസ്തുതകൾ പുറത്തു പറയുന്നതിന് ഭയപ്പെടുകയാണ്. ഇപ്പോൾ വന്നതിനേക്കാളും അപ്പുറത്തുള്ള കാര്യങ്ങളും ചിലപ്പോൾ വന്നേക്കാം എന്നതും നാം കാണേണ്ടതായിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു ക്രിമിനൽ സംഘം, യഥാർത്ഥ ലൈംഗിക വൈകൃത കുറ്റവാളികൾ, അവർ നാടിന് മുന്നിൽ വന്ന് വെൽ ഡ്രാഫ്റ്റഡ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ന്യായീകരിക്കാൻ ശ്രമിച്ചാൽ അതൊന്നും
പൊതുസമൂഹം അംഗീകരിക്കില്ല എന്നവർ കണ്ടോളണം. വിമർശിക്കുമ്പോൾ സാധാരണ ഉപയോഗിക്കുന്ന പദങ്ങൾ മാറ്റിവെച്ച് മുഖ്യമന്ത്രി കടുത്ത ഭാഷ തന്നെ ഉപയോഗിച്ചതിന് പിന്നാലെ CPIM സംസ്ഥാന സെക്രട്ടറിയും ഇതേ വിഷയത്തിൽ പ്രതികരണവുമായി എത്തി. KPCC പ്രസിഡന്റ് തന്നെയാണ് ആ ആക്ഷേപം ഉന്നത പോലീസ് സംവിധാനത്തിൻ്റെ മുമ്പിൽ എത്തിച്ചത്. എന്നിട്ട് ഇപ്പോഴും മാറി നിന്ന് രാഹുൽ മാക്കൂട്ടത്തിനെ ന്യായീകരിക്കാൻ വേണ്ടിയുള്ള ജീർണമായ നിലപാട് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് കൃത്യമായ അർത്ഥം. കോൺഗ്രസിനെ പ്രതിരോധത്തിലേക്ക് തള്ളിവിടാനുള്ള നീക്കമാണെന്ന് തിരിച്ചറിഞ്ഞ് പ്രതിപക്ഷ നേതാവ് KPCC പ്രസിഡന്റിനെ പരസ്യമായി തിരുത്തി. അങ്ങനെ നമ്മൾ ഇത്തരം പരാതികൾ കൊടുക്കുമ്പോൾ നമ്മൾ മുൻവിധിയോടുകൂടി സംസാരിക്കരുത്. അത് പോലീസ് അന്വേഷിക്കട്ടെ. പോലീസ് അന്വേഷിച്ച് അതിൻ്റെ സത്യാവസ്ഥകൾ പറയട്ടെ. ആ പെൺകുട്ടി ഒരു വെൽ ഡ്രാഫ്റ്റഡ് ആയിട്ടുള്ള ഒരു പരാതി കൊടുത്താലും ഒരു തെറ്റുമില്ല. കൊടുക്കണ്ടേ? അങ്ങനെ കൊടുക്കണമെന്നാണ്. അങ്ങനെ കൊടുത്തതിൽ ഒരു തെറ്റുമില്ല. താമസം ഉണ്ടായിട്ടുണ്ടെങ്കിൽ താമസം ഉണ്ടായതിൻ്റെ കാരണങ്ങൾ എന്താണ് എന്നൊക്കെ പോലീസ് അന്വേഷിച്ച് കോടതിയുടെ മുമ്പാകെ പറയേണ്ട കാര്യങ്ങളാണ്. താമസം ഉണ്ടായി എന്നോർത്ത് 2 കൊല്ലം മുമ്പ് നടത്തിയ ഒരു ഒഫൻസ് അല്ലാതാവുന്നില്ല. ലൈംഗിക പീഡന പരാതികളെ തുടർന്ന് രാഹുൽ മാങ്കുളത്തിനെ പുറത്താക്കിയെങ്കിലും രാഹുലിനോടുള്ള സമീപനത്തിൽ കോൺഗ്രസ് നേതൃത്വം 2 തട്ടിലാണെന്നാണ് സണ്ണി ജോസഫിന്റെ പ്രതികരണവും സതീശിന്റെ തിരുത്തലും വ്യക്തമാക്കുന്നത്. 24 തിരുവനന്തപുരം. KPCC അധ്യക്ഷൻ സണ്ണി ജോസഫിനെതിരായ മുഖ്യമന്ത്രിയുടെ വിമർശനങ്ങളെ മറികടക്കാൻ മുൻ MLAയും സംവിധായകനുമായ PT കുഞ്ഞുമുഹമ്മദിനെതിരായ പരാതി ആയുധമാക്കുകയാണ് പ്രതിപക്ഷം. പരാതി പോലീസിന് കൈമാറാൻ വൈകിച്ചത് ചൂണ്ടിക്കാട്ടിയാണ് മുഖ്യമന്ത്രിക്കെതിരെ കോൺഗ്രസ് നേതൃത്വം രംഗത്തുവന്നത്. പരാതികളോട് മുഖ്യമന്ത്രിക്ക് ഇരട്ട നീതിയാണെന്നാണ് വിമർശനം. ലൈംഗിക പീഡന പരാതികളെ മുഖ്യമന്ത്രിയും CPIMും രാഷ്ട്രീയ താൽപര്യത്തോടെ സമീപിക്കുന്നു എന്നതിന്റെ പ്രകടമായ ഉദാഹരണമായാണ് പ്രതിപക്ഷം PT കുഞ്ഞുമുഹമ്മദിനെതിരായ കേസിനെ സമീപിക്കുന്നത്. രാഹുൽ മാങ്കുട്ടത്തിനെതിരായ പരാതികൾ പരിഗണിക്കുന്നതിനിടയിൽ തന്നെയാണ് ഗുരുവായൂരിലെ മുൻ MLAയും ചലച്ചിത്ര സംവിധായകനുമായ PT കുഞ്ഞുമുഹമ്മദിനെതിരായ പരാതി മുഖ്യമന്ത്രിക്ക് ലഭിക്കുന്നത്. 2 ആഴ്ചയോളം പിടിച്ചുവെച്ച ശേഷമാണ് പരാതി മുഖ്യമന്ത്രി പോലീസിന് കൈമാറിയതെന്നാണ് ആക്ഷേപം. ആദ്യത്തെ MLAക്കെതിരായിട്ട് കേസ് വന്നപ്പോൾ അന്ന് തന്നെ പരാതി ഫോർവേഡ് ചെയ്യും, അന്ന് തന്നെ കേസെടുക്കുകയും ചെയ്തു. CPM സഹയാത്രികന്റെ CPM കൂടെ നിൽക്കുന്ന മുഖ്യമന്ത്രിയുടെ കൂടെ നിൽക്കുന്ന ആൾക്കെതിരായിട്ട് വിദ്യാസമ്പന്നയായ ഒരു യുവതി കൊടുത്ത കേസ് എന്തുകൊണ്ടാണ് 13 ദിവസം പൂർത്തിവെച്ചത്? മറുപടി പറയണ്ടേ? ഇരട്ട നീതി, ഈ അന്യായം കേരളം അറിയണമല്ലോ. ഈ അന്യായം കേസെടുത്തിട്ടും പോലീസിന്റെ നടപടികൾ വൈകുന്നതിനെയും പ്രതിപക്ഷം വിമർശിക്കുന്നുണ്ട്. ഞങ്ങൾ മാതൃകാപരമായ നടപടിയെടുത്ത പാർട്ടിയാണ്. CPM എന്ത് നടപടിയെടുത്തു? സ്ത്രീലമ്പടന്മാരെ മുഴുവൻ സംരക്ഷിക്കുകയും അവർക്ക് പദവികൾ വാരിക്കോരി കൊടുക്കുകയും ചെയ്തൊരു മുഖ്യമന്ത്രിയാണ് ഈ വർത്താനം പറയുന്നത്. കോൺഗ്രസിനെ വിമർശിക്കുന്ന മുഖ്യമന്ത്രി സ്വന്തം പക്ഷത്തുള്ള കുറ്റാരോപിതരെ സംരക്ഷിക്കുകയാണെന്നാണ് പ്രതിപക്ഷത്തിന്റെ മറ്റൊരു വിമർശനം. വീണ്ടും ഇത്തരത്തിൽ കുറ്റാരോപിതരായവരെ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ എടുക്കുന്ന മുഖ്യമന്ത്രി ഇത്തരത്തിൽ എന്തുകൊണ്ട് PT കുഞ്ഞുമുഹമ്മദിനെതിരെ വന്നിട്ടുള്ള പരാതി അത് മറച്ചു വെച്ചു? എന്തുകൊണ്ട് അത് കൈമാറാൻ താമസം വരുത്തി എന്നുള്ളതിന് ഉത്തരം ജനങ്ങളുടെ മുന്നിൽ തന്നേ മതിയാവും. സ്ത്രീത്വത്തെ അവമാനിച്ചെന്ന പരാതിയിൽ മുൻ MLAയും സംവിധായകനുമായ PT കുഞ്ഞുമുഹമ്മദിനെ ചോദ്യം ചെയ്യും. പരാതി നൽകിയ സംവിധായകരുടെ രഹസ്യമൊഴി രേഖപ്പെടുത്താൻ കന്റോൺമെന്റ് പോലീസ് മജിസ്ട്രേറ്റ് കോടതിയിൽ അപേക്ഷ നൽകി. 24 തിരുവനന്തപുരം. PT കുഞ്ഞുമുഹമ്മദിനെതിരായ സ്ത്രീത്വത്തെ അപമാനിച്ചെന്ന പരാതി അതീവ ഗൗരവത്തോടെയാണ് പരിഗണിച്ചതെന്ന് ചലച്ചിത്ര അക്കാദമി വൈസ് ചെയർപേഴ്സണും അമ്മ ജനറൽ സെക്രട്ടറിയുമായ കുക്കു പരമേശ്വരൻ. സംവിധായകയുടെ പരാതി ചലച്ചിത്ര അക്കാദമിക്ക് കിട്ടിയിരുന്നുവെന്ന് സമ്മതിച്ചെങ്കിലും തുടർ നടപടി പരസ്യമാക്കാനാകില്ലെന്ന് കുക്കു പരമേശ്വരൻ പ്രതികരിച്ചു. അതിൻ്റെ ഡെപ്ത് മനസ്സിലാക്കി അതിനെ അതേപോലെ തന്നെയാണ് വിത്ത് നോ ടോളറൻസ് വി ആർ ടേക്കിംഗ് ഇറ്റ്. അതിൻ്റേതായ രീതിയിലേക്ക് അതിനെ വിട്ടിരിക്കുന്നതാണ്. നടപടി അതിൻ്റെ രീതിയിൽ മുന്നോട്ട് പോകും. അതിലൊന്നും ഒരു മാറ്റവുമില്ല. തിരികെ വാർത്തകളിലേക്ക്. വിധി എഴുതി വടക്കൻ കേരളം. പഞ്ചായത്തിലോട്ട് കോ സ്പോൺസേഡ് ബൈ വോക്കർ ധരിക്കൂ, നടന്നുകൊണ്ടേയിരിക്കൂ. സംസ്ഥാനത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ള വോട്ടെടുപ്പ് പൂർത്തിയായി. 2ാം ഘട്ട വോട്ടെടുപ്പിൽ 75.76% പേരാണ് വോട്ട് രേഖപ്പെടുത്തിയത്. 2 ഘട്ടങ്ങളിലുമായി 73.56% പോളിംഗ് രേഖപ്പെടുത്തിയെന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ അറിയിച്ചു. 7 വടക്കൻ ജില്ലകളാണ് ഇന്ന് പോളിംഗ് ബൂത്തിലെത്തിയത്. മികച്ച വിജയം നേടാനാകുമെന്നാണ് മുന്നണികളുടെ ആത്മവിശ്വാസം. ശനിയാഴ്ചയാണ് വോട്ടെണ്ണൽ. 1 മാസത്തിലേറെ നീണ്ട വാശിയേറിയ പ്രചാരണം. ഇനി ഫലമറിയാൻ 1 ദിവസത്തെ കാത്തിരിപ്പ് മാത്രം. ഫസ്റ്റ് ഫേസിൽ 70.91% ആയിരുന്നു. സെക്കൻഡ് ഫേസിൽ ഇതേവരെയുള്ള കണക്ക് പ്രകാരം 75.74%. വളരെ സമാധാനപരമായിരുന്നു വോട്ടെടുപ്പ്. വോട്ടെണ്ണൽ
മറ്റന്നാൾ ശനിയാഴ്ച രാവിലെ 8 മണിക്ക് ആരംഭിക്കും. ഒറ്റപ്പെട്ട സംഭവങ്ങളൊഴികെ വോട്ടെടുപ്പ് പൊതുവെ സമാധാനപരം. രണ്ടാം ഘട്ടമായ ഇന്ന് തൃശൂർ മുതൽ കാസർഗോഡ് വരെയുള്ള 7 ജില്ലകളിലായിരുന്നു വോട്ടെടുപ്പ്. ആദ്യ മണിക്കൂറുകളിൽ പലയിടത്തും വോട്ടിംഗ് മെഷീനുകൾ തകരാറിലായെങ്കിലും പിന്നീട് പരിഹരിച്ചു. ശബരിമല സ്വർണ്ണക്കൊള്ളയും രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-ക്കെതിരെയുള്ള ലൈംഗിക പീഡന കേസും നടി ആക്രമിക്കപ്പെട്ട സംഭവവും രണ്ടാം ഘട്ട വോട്ടെടുപ്പ് ദിനത്തിലും ചർച്ചയായി. വിജയം ഉറപ്പെന്ന ആത്മവിശ്വാസവുമായി നേതാക്കൾ. തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ കണ്ട അനുഭവം LDF-ന് വലിയ തോതിലുള്ള പിന്തുണ ജനങ്ങളിൽ നിന്ന് ലഭിക്കുന്നുവെന്നാണ്. നല്ല മുന്നൊരുക്കത്തിൽ UDF തുടങ്ങി നല്ല നിലയിൽ തന്നെ പ്രചരണം അവസാനിപ്പിക്കാൻ സാധിച്ചു. തികഞ്ഞ വിജയപ്രതീക്ഷയിലാണ്. സർക്കാരിൻ്റെ ജനദ്രോഹ നയങ്ങൾക്കെതിരെയുള്ള വലിയൊരു ജനവിധി ഉണ്ടാകും. NDAക്ക് വളരെ വലിയ ശുഭപ്രതീക്ഷയാണുള്ളത്. കാരണം ഒന്നാം ഘട്ട തെരഞ്ഞെടുപ്പിലും പ്രധാനപ്പെട്ട തദ്ദേശ സ്ഥാപനങ്ങളിലെല്ലാം NDA വലിയ മുന്നേറ്റം ഉണ്ടാക്കി എന്നുള്ളതാണ് റിപ്പോർട്ടുകൾ. കണ്ണൂർ ജില്ലയിലെ ചെറുതാഴത്ത് UDF ബൂത്ത് ഏജന്റിനും പട്ടുവത്ത് LDF ബൂത്ത് ഏജന്റിനും മർദ്ദനമേറ്റു. പാലക്കാട് വണ്ടാഴി പഞ്ചായത്തിൽ UDF സ്ഥാനാർത്ഥി സജിത വിപിനെ CPM പ്രവർത്തകർ വീട്ടിൽ കയറി ആക്രമിച്ചെന്ന് പരാതി നൽകി. മലപ്പുറം മൊറയൂരിൽ സഹോദരന്റെ വോട്ട് ചെയ്യാനെത്തിയ ആളെ പിടികൂടി. വടക്കാഞ്ചേരി നഗരസഭ 20-ാം ഡിവിഷനിൽ കള്ളവോട്ട് ചെയ്യാൻ ശ്രമിച്ച യുവാവിനെ പിടികൂടി. മലപ്പുറം മൊറയൂർ പഞ്ചായത്തിൽ കള്ളവോട്ട് ചെയ്തതിന് മുസ്ലിം ലീഗ് പ്രവർത്തകനെതിരെ കേസെടുത്തു. കാസർഗോഡ് കുമ്പടാജയിൽ LDF-ന്റെ ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥി K പ്രകാശിന്റെ വീടിന് സമീപത്ത് നിന്ന് നാടൻ ബോംബുകൾ കണ്ടെത്തി. കാസർഗോഡ് മദ്യപിച്ച് ഡ്യൂട്ടിക്കെത്തിയ കാഞ്ഞങ്ങാട് കൺട്രോൾ റൂമിലെ 2 സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് പുറത്താക്കി. പാലക്കാട് കാഞ്ഞിരപ്പുഴയിൽ 6-ാം വാർഡിൽ മദ്യപിച്ചെത്തിയ പോളിംഗ് ഉദ്യോഗസ്ഥനെ മാറ്റി. കണ്ണൂർ മൊറാഴ സൗത്ത് LP സ്കൂളിൽ വോട്ട് ചെയ്യാനെത്തിയ യുവാവ് കുഴഞ്ഞു വീണ് മരിച്ചു. ലോട്ടറി വിൽപ്പന തൊഴിലാളി KP സുധീഷാണ് മരിച്ചത്. UDF സ്ഥാനാർത്ഥി മരിച്ചതിനെ തുടർന്ന് മലപ്പുറം മൂത്തേടം പഞ്ചായത്തിലെ 7-ാം വാർഡിൽ വോട്ടെടുപ്പ് മാറ്റിയിരുന്നു. മലപ്പുറം കരുവാരക്കുണ്ട് 11-ാം വാർഡിൽ വിവാഹ വസ്ത്രത്തിൽ വധു വോട്ട് ചെയ്യാനെത്തിയത് കൗതുകമായി. ജിൻഷിതയാണ് വോട്ട് ചെയ്യാനെത്തിയത്. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 കോഴിക്കോട്. ബുള്ളറ്റിൻ പൂർത്തിയാവുന്നു. ഗുഡ് നൈറ്റ്.